ഇനി വാദഗതി എന്താണ്? ആർട്ടിക്കിൾ 293 ലംഘനം. അതാണല്ലോ അടിയന്തര പ്രമേയത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം. എന്താ 293? ഭരണഘടന എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നു. എടുത്തു വച്ച് വായിക്കണം, അപ്പൊ മനസ്സിലാകും. 293 ബോറോവിംഗ് ബൈ സ്റ്റേറ്റ്സ് ആണ്, കിഫ്ബി സ്റ്റേറ്റ് അല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷമേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കുക, അവൻ പറയും ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, എന്താണ് സ്റ്റേറ്റ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന ഒരു കാര്യമല്ലേ? ഇവിടെ പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരാതെ അങ്ങ് ആ പ്രസംഗമുള്ള കോട്ടിയും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരാതെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്, ഇന്ത്യയിൽ എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്, ആ സ്റ്റേറ്റ് ആണ് ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ആണ്. തൃപ്പൂണിത്തുറ അംഗം എന്നെ പഠിപ്പിച്ചതെന്നാണ്. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യം എനിക്കറിയില്ല. എന്റെ തൃപ്പൂണിത്തുറ അംഗം ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റേറ്റ് അല്ല. ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 12 ഒരുപാട് സ്റ്റേറ്റ് വേറെയുണ്ട്. സുപ്രീം കോടതി വിധി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്.